അർജുൻ കല്യാട് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, പലതരത്തിലുള്ള സംശയങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം പല ആളുകളും പല ക്യാമ്പുകളിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. മറ്റൊരു മറിയച്ചേട്ടത്തെയാണോ? ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഈ അവതാര ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ വാസ്തവമാണോ? അതിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഇവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണോ? എന്തെങ്കിലും രാഷ്ട്രീയമായ താല്പര്യം ഇവർക്കുണ്ടോ? അങ്ങനെ പല സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അർജുൻ കല്യാടിന് എന്താണ് സീനയുമായി സംസാരിച്ചപ്പോൾ തോന്നിയത്? അരുൺകുമാർ, അതായത് സീനയുടെ രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ട് അല്ലെ സീനയെ ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് ഈ സീന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്ന സമയത്ത് ആ സംഭവ സ്ഥലത്ത് ഉള്ള ഒരാളാണ്. ഞാനിങ്ങനെ ആ സ്ഥലത്തേക്ക്, അതായത് ഈ മരണപ്പെട്ട വേലായുധൻ്റെ വീട്ടിലേക്ക് ഷാഫി പറമ്പിൽ MP നിയുക്ത വടകര MP അവിടത്തേക്ക് എത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഈ സ്ഥലം സന്ദർശിച്ചു. തിരികെ പോകാൻ നിൽക്കുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന 2-3 സ്ത്രീകൾ അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് കാര്യങ്ങൾ തിരക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു സംസാരം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഒരു സ്ത്രീ പറയുന്നത് ഇവിടെ ഇങ്ങനെ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ അത് നിഷേധിക്കുന്നുണ്ട്. തൽക്കാലം ഇത് എടുക്കല്ലേ, കാരണം ഇവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ഷാഫി പറമ്പിൽ തന്നെ ആ അനുഭവം കേട്ടുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അനുഭവമോ ഈ പറയുന്ന സ്ത്രീ സീനയ്ക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണ് എങ്കിൽ അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടത്, അതിൽ കൂടി അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. പോലീസ് ഈ പറയുന്ന സീനയെ കണ്ട് എന്താണ് താങ്കളുടെ പരാതി എന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്താവുന്നതാണ്. താങ്കൾക്ക് ഇത്തരത്തിൽ മുന്നനുഭവങ്ങളുണ്ടോ, എന്താണ്, ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താവുന്നതാണ്. പക്ഷേ അത് ഈ ഘട്ടം വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുന്നത്. നിരവധിയായിട്ടുള്ള തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു മെല്ലപ്പോക്ക് നയം തന്നെയാണ്. ഈ സമാനമായ രീതിയിലുള്ള എല്ലാ നാഥനില്ലാത്ത ബോംബുകൾ പൊട്ടി മരണപ്പെട്ടിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ഒരാളെപ്പോലും ഇതുവരെയുമായി കണ്ണൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഒരു പ്രതികളെ കണ്ടെത്താൻ പോലും നാളിതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല നാഥനില്ലാത്ത ബോംബുകൾ പൊട്ടി മരണപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ഇതും സമാനമായ രീതിയിൽ തന്നെ ഒരു നാഥനില്ലാത്ത ബോംബാണ് പൊട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് വേലായുധൻ മരണപ്പെട്ടുള്ളത്. ഇതും അത്തരത്തിൽ ഒരു പ്രഹസന അന്വേഷണം മാത്രമായി അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പല പ്രേക്ഷകരും സംശയം ചോദിക്കുന്നു, ഈ സീനയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ടോ? നിലവിൽ അവരുടെ പ്രതികരണങ്ങളിൽ ചില ചെറിയ വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് കാണാമെങ്കിലും അതൊരു സാധാരണക്കാരായിട്ടുള്ളൊരു സ്ത്രീ ഒരു മാധ്യമത്തോട് ഈ കാര്യങ്ങളൊന്നും നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ സംഭവിച്ചതാകാം എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്തതുപോലെ ഷാഫി പറമ്പിൽ അവിടെ വരുന്ന സമയത്ത് പ്രതികരണം നടത്തിയതാണ്. ആ പ്രതികരണമാണ് മാധ്യമങ്ങളെല്ലാവരും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൂരിൽ സ്റ്റീൽ ബോംബുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ നിർമ്മാണം ഒരു കുടിൽ വ്യവസായം പോലെ പലയിടങ്ങളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ നിന്ന് എല്ലാ പാർട്ടികളും പിൻവാങ്ങണം. അത് CPM മാത്രമല്ല, RSSും കോൺഗ്രസുമല്ല, പല കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന സ്റ്റീൽ ബോംബ് നിർമ്മാണം, ഗുണ്ടുപടക്കത്തിൻ്റെ നിർമ്മാണമൊക്കെ നടത്തുന്നുണ്ട്. നമുക്കൊരു കാര്യമേ അവരോട് പറയാനുള്ളൂ, നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഇത്രയധികം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ബോംബ് നിർമ്മാണത്തിലെങ്കിൽ പടക്ക കമ്പനി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ലൈസൻസൊക്കെ എടുത്ത് നിങ്ങൾ തുടങ്ങുക. നിങ്ങൾ സാധാരണക്കാരായ ഈ വേലായുധനെ പോലുള്ള മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാലമൊക്കെ മാറി. പഴയ ബോംബ് എറിഞ്ഞാലൊന്നും ആൾക്കാർ പേടിക്കില്ല. ആൾക്കാരൊക്കെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വഴിയൊക്കെ അതിനേക്കാൾ വലിയ ബോംബ് എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സംശയം തീർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും റിപ്പോർട്ടർ TV അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കും. അതിൽ ഒരു സംശയവും പ്രേക്ഷകർക്ക് വേണ്ട. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ സ്റ്റീൽ ബോംബിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ്.